ദൈവമേ ഓട്ട പണി തന്നെന്നാ തോന്നുന്നത്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാനിപ്പോണകത്ത് ഇവിടെ മരിച്ച ഉയരെടുത്ത് നിൽക്കുമ്പോഴാണ് പച്ചത്തത്തേരെ ഫിഗറും ചെയ്തോണ്ട് വന്നടന്ന് കുന്തളിക്കാണ് എന്റെ പൊന്നപ്പോ. ആകാശം എന്തോ നിൽക്കുന്നു കറുത്തിരുണ്ട്. അങ്ങോട്ട് നോക്ക്, മിക്കവാറും മഴ ഉണ്ടാവും തോന്നുന്നു. അതല്ലെന്ന് ആകാശേട്ടൻ എവിടെയെന്ന്. അയ്യോ അയ്യോ എന്റെ ആകാശേട്ടൻ പോയേ. എന്തോ ആഗ്രഹങ്ങൾ കൊണ്ട് മനുഷ്യനെ ഇറങ്ങി വന്നത്. അതല്ല പറഞ്ഞത്, ആകാശല്ല പെട്രോൾ തീർന്നെന്ന്. ഓ ഒന്നും ചെയ്യാനില്ല, ആകാശം കൂടെ അടുത്താ, നമുക്ക് വിളിച്ചു വരുത്താം. നീ സമാധാനപ്പെടുത്ത്. എന്തോ ഇത് നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടം. ഹലോ ഹലോ, ആ ഞാൻ വയലിന്നാണേ. ആ തവളക്കൊക്കെ ഫോൺ പോയോ? തവള നിന്റെ അച്ഛൻ മാക്രി സുര. നീ പറഞ്ഞില്ലേ നീ സ്നേഹിക്കുന്ന പെണ്ണ്? എടാ അവളെ ഞാൻ വിളിച്ചിറങ്ങി കൊണ്ട് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. ആ ഞാനും അവളും കൂടി താണ്ട ഈ വയൽ വരമ്പത്ത് പാടത്ത് കിടപ്പുണ്ട് കേട്ടോ. അയ്യോ എടാ വൃത്തികെട്ടവനെ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണോട്ട് വയൽ വരമ്പത്ത് കിടക്കുന്ന നാണമില്ലാത്തവനെ. എടാ അതല്ല, പിന്നെ പെട്രോൾ തീർന്ന വണ്ടിയും ഞാനും ഇവളും കൂടി ഇവിടെ കിടപ്പണെന്നാ പറഞ്ഞത്. ആ അളിയാ പിന്നീടാ അതിനെ ഒരു പെങ്ങളെ പോലെ കാണാവേടാ. അതെന്താടാ, എന്നെ കുറിച്ച് നിനക്കറിയത്തില്ലേ? എന്നെ കുറിച്ച് എനിക്ക് നല്ല പോലെ അറിയാം. എങ്ങനെ ഇരിക്കുന്നു? കാതലിക്കാകെ ഈ നൻപൻ ആ നൻപന് വേണ്ടി ഉയിരേ കൊടുപ്പേ, എന്നിട്ട് അവൻ എന്നെ വിശ്വാസം ഇല്ല പോലും. ഒരുത്ത അവിടെ നിന്ന് സ്റ്റാൻഡപ്പ് കോമഡി കളിക്കുന്നു. അവര് ജഡ്ജ്മെന്റിന് വേണ്ടി നിൽക്കുക. ടെൻഷൻ ഉണ്ടല്ലേ? അയ്യോ എനിക്ക് അതിനുള്ള പ്രായമൊന്നും ആയില്ല. മനസ്സിലായില്ല? പെൻഷന്റെ കാര്യമല്ലേ പറഞ്ഞു. ഈ സാധനത്തിനാണല്ലോ പാതിരാത്രി ഞാൻ കയറ്റിക്കൊണ്ട് വന്നത്. എന്റെ പൊന്നു കുട്ടി, ടെൻഷൻ ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. എനിക്ക് എന്തിനാ ടെൻഷൻ? ഞാൻ വളരെ ഹാപ്പിയാ. അയ്യോ എന്നാ എനിക്ക് ടെൻഷൻ ഉണ്ട്. എന്തിനാ? നിന്നെ നാളെ മണ്ഡപത്തിൽ കെട്ടിക്കൊണ്ട് പോകാനുള്ള പെണ്ണല്ലേ നീ? വേറൊരുത്തിന് വേണ്ടിട്ട് ഈ ഹോട്ടലിൽ വിളിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്നാ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചോക്കെ. അപ്പൊ ടെൻഷൻ ഉണ്ടാകത്തില്ലേ? ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവൻ ഇതെങ്ങനെ പരിചയം? അയ്യോ അതൊന്നും പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റൂലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ പറയണ്ട. അല്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചേട്ടാ. എന്താ പറയാത്ത പറഞ്ഞോ ചേട്ടാ. എന്തെന്നറിയാവോ, എന്റെ വീട്ടുകാരെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു അന്യ പുരുഷന്മാര് എന്ത് ചോദിച്ചാലും മറുപടി പറയാൻ പാടത്തില്ല. അങ്ങനെയാണല്ലേ? അന്യപുരുഷന്മാർ ചോദിച്ചാൽ ഇവരൊന്നും പറയത്തില്ല. പക്ഷെ അന്യപുരുഷന്മാർ പാതിരാത്രി ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടേ കയറി പോരും. നല്ല കുപ്പത്തിക്കുറന്ന കൊച്ച നന്നായിരിക്കുന്നു. ഓഫ്, ആകാശം ഒന്ന് വന്നാ മതിയായിരുന്നു. ഇവ ഇത് ഇവിടെ ചെന്ന് കിടക്കണോട്ടെ. ഇതിനകത്തോട്ട് കയറി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്കാ പ്രശ്നം. എന്നാ നമുക്ക് അകത്തിരിക്കാം. ഞാൻ പറഞ്ഞ ചെന്ന് കയറി കൊച്ച. എന്താടാ കബഡി കളിക്കാനാടാ? എന്റെ പെണ്ണെവിടാ? എന്റെ ആതിര. ഓ ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. ഞാൻ എന്തുമാത്രം ടെൻഷൻ ഇവിടെ കിടന്ന് അടിച്ചടാ. ശകല അവിടെ നില്ല്. കാതലിക്കാക ഈ നൻപന് വേണ്ടി ഉയിരെ കൊടുപ്പേ. ആ നിക്കണ്ട, നിന്റെ തേജസ്സും ഓജസ്സും ഉള്ള ആതിര പിടിച്ചോ. ഒരു മിനിറ്റ്, തെണ്ടിത്തരം കാണിക്കരുത്. നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ആർത്തും പറയല്ലെന്ന്? ഞാൻ ആർത്തും പറഞ്ഞില്ലല്ലോ. നീ എന്താണ് നിന്റെ പെങ്ങളെ കൊണ്ട് വന്നേക്കുന്നത്? പെങ്ങളാ? പിന്നെ താരി കെട്ടുമ്പോ മുടിയൊക്കെ കൊടുക്കാനായിരിക്കും അല്ലേ? എടാ ഉറക്കപ്പിച്ച് പറയല് പാതിരാത്രി എണീറ്റ് വന്ന്. ഉറക്കപ്പിച്ചോ? ഇതാണ് ആതിര. ഇതല്ല ആതിര. അനാവശ്യം പറഞ്ഞാലോ, ഞാൻ ആതിര തന്നെയാ. കണ്ട, ഇത് ആതിരയെന്ന്. ദൈവമേ, ഞാൻ കെട്ടാൻ പോയിരുന്ന ആതിര ഇതല്ല. ഇതല്ലേ? അല്ല. ഇങ്ങോട്ടൊന്ന്. എടാ നീ അല്ലേ എന്ന് പറഞ്ഞ ആ കുരിശടി മുക്കിലുള്ള ആതിരെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി. കുരിശുമൂടാ? ആ ചെവിതല ഇല്ലാതാണ്ട് വേറെ അതിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നേ. എന്റെ മൂട് പോയല്ലേ ഈശ്വര. അങ്ങനെ പറയല്ലേ മക്കളെ. ഒന്ന് ഇത് ഇവരല്ലേ ആകാശ്? ആകാശല്ലേ? അതെ. അവക്ക് തന്നെ ഉറപ്പില്ല. അവക്ക് ഇവളെ ഞാൻ വിളിച്ചിറക്കി വരാൻ വേണ്ടിട്ട് എന്തുമാത്രം ത്യാഗം അനുഭവിച്ചെന്നറിയാം. എന്തോ ത്യാഗം അനുഭവിച്ച്? ഇവളെ സഹോദരി കണ്ടു. അപ്പടി എന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്തോണ്ട് തലവിളി കെട്ടി ഇങ്ങനെ കട്ടിലിട്ട്. അയ്യോ, ഇവളെ അച്ഛന്റെ കണ്ണിൽ മുളക് പൊടി വരിയെറിഞ്ഞു. അടുക്കളയിൽ നിന്ന് അമ്മ ഓടി വരാതിരിക്കാൻ വേണ്ടി അവിടെ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു. അയ്യോ കുഞ്ഞമ്മേ. വെളി ഇറങ്ങിയപ്പോ ഒരു പട്ടി കുറയ്ക്കാതിരിക്കാൻ വേണ്ടി ഫെവിക്കോൾ അതിന്റെ വായിക്കാത്ത ഒഴിച്ചു കൊടുത്തു. ചാച്ചാ എന്തെല്ലാം ബുദ്ധിമുട്ട്. പക്ഷെ പെണ്ണ് മാറിയെങ്കിലും നീ എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ചില്ലയോടാ? ഞാനാ? ഇവളാണ് ഇതൊക്കെ ചെയ്തത്.
ചെയ്തത്. അയ്യോ അതൊന്ന് കാണണമായിരുന്നു ചേട്ടാ. ചേട്ടൻ പറഞ്ഞ കറക്റ്റ് ആയിട്ടോ. അയ്യോ പട്ടിയുടെ വായിലേ ഇങ്ങനെ എടുത്ത് പറഞ്ഞോട്ടേക്കാം. പിന്നെ എണ്ണ എടുത്ത് ഒഴിച്ചപ്പോഴല്ലേ പറഞ്ഞത് വീട് കേട്ടോ. അയ്യോ എനിക്ക് വയ്യ. ഇനിയും ഞാൻ ചെയ്യും. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ ദൈവമേ. എത്തിയാണ് ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ആയി നിന്റെ പാടായി പൊക്കോ. ഈ ഇലയിലൂണിന്റെ അടുത്ത് ഞാൻ എന്തോ പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കുവോ ദൈവമേ. മക്കളെ എന്താ ഒന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ച ആതിര നീ അല്ല കൊച്ചെ. സത്യം പറഞ്ഞ എന്നെ കെട്ടാൻ കൊള്ളൂല. അടൂരൊക്കെ വന്ന് തിരക്കിയാ മതി. ഞാൻ വെള്ളമടിക്കും, കഞ്ചാവ് വലിക്കും, ഏതെങ്കിലും പെണ്ണുകളെ കണ്ട ചാടിക്കേറി പിടിക്കും. സത്യമായിട്ടും എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമല്ല. അപ്പിയുടെ ഉമ്മ അതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുത്ത ആ പെണ്ണ് നീ. എടാ ഇങ്ങനെയൊന്നും പറയരുത്. പാതിരാത്രി വേറൊരു മണ്ഡപത്തിലേക്ക് പോകാനുള്ള കൊച്ചിനെ ഞാൻ വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നതാ. എന്നാ നീ കെട്ടണം അങ്ങോട്ട്. ചുമ്മാ ആവശ്യമില്ല കുറന്ന് കുത്തിക്കാറ്റല്ലേ. നീ ഒന്ന് ആലോചിക്കും, നമ്മളാണെങ്കിൽ ഈ സമയത്ത് നോക്കിയൊക്കെ ടെൻഷൻ അടിച്ച് നിൽക്കണായിരിക്കും അത്. പാവല്ലേ. പിന്നല്ലാതെ ഈ കല്ലെടുക്ക തുമ്പി വൈകി പിടിച്ച് കിട്ടുന്നില്ല. പറഞ്ഞ ടെൻഷൻ എന്ന് എന്താ ഇതെടുക്കുവാ ചേട്ടാ കല്ലെടുക്കണ തുമ്പി തുമ്പി വാ വാ. ജീവിതമേ തുമ്പി. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവള് വിളിച്ചോണ്ട് പോണേ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഞാൻ എന്തോ ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കിയാലോ? നീ ഒന്ന് സംസാരിക്കേ. ആതിരെ. ആതിരല്ല അഞ്ജലി. അഞ്ജലി. അഞ്ജു. അഞ്ജു. രേവതി. രേവതി. ശാന്തമ്മ. എനിക്ക് വയ്യ ഇതിനെ. നീ പോണേ, ഇത് ശരിയാവത്തില്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഇതിനെ വല്ല കുന്നിന്റെ മണ്ടയിലും കൊണ്ട് കളയാം. വല്ല ജ്യോതിയും വരുന്നെന്ന് നമുക്ക് പറയാം. എടാ അവിടെ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. വല്ല പിടിച്ച് തിന്ന ഈ കൊച്ചിന് ആര് സമാധാനം പറയും? പിന്നെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും പ്ലാനിങ് എന്താ? നിലപാട് പറ, എനിക്ക് അതറിയണം. ഇത് കണ്ടാലേ വിളിച്ചോണ്ട് പോണേ ഇതിനെ. ഞാനെന്താണ് നീ വിളിച്ചോണ്ടോ? ഈ വിനാശകാലേ വിപരീത ബുദ്ധി. ആർക്ക്? എനിക്ക്. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എടുത്ത് വണ്ടേ കയറ്റോ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും പറയാനില്ലേ കുണ്ടളപ്പുഴു? ഈ പൊട്ട മനസ്സിൽ ഒരു പാഴ്മുഖം തോന്നിയപ്പോ ഇങ്ങനെ ഓടി വന്നേ ഞാൻ. ഇങ്ങോട്ടല്ല അങ്ങോട്ട്. നോക്കണേ പറയണ കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്നെ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് കച്ച കെട്ടി ഇറങ്ങിയേക്കുവാണോ? എല്ലാരും എന്നോട് ഇങ്ങനെ പറയണ അതെന്താ? എടാ വട്ടാണല്ലേ എന്ന് കൂടെ ചോദിക്കാം. അപ്പൊ കിലുക്കൻ സിനിമ കംപ്ലീറ്റ് ആവും. സ്കിറ്റ് കളിച്ച് താണ്ടവന്മാര് സിനിമ സൂപ്പാക്കിയേക്കണേ. ഇങ്ങോട്ട് വന്ന് യവനെ കെട്ട്. യവൻ 4 വർഷം ഒമാനിലുണ്ടായിരുന്നു. ആണോ? മാറിക്കടാ, എനിക്ക് സിംഗി മതി കേട്ടാ. അല്ലല്ലേ അമ്മ പറഞ്ഞ തെറ്റേ. 4 വർഷം ഓമനര കൂട്ടത്തായിരുന്നെന്നാണ്. അങ്ങനെ മക്കളെ ഇവിടെ തുമ്പിക്ക് ആരും കൂട്ടില്ല. അവിടെ നിക്ക്. ഞാൻ ഒരു കാര്യം ചെയ്യാം. എവിടെ വിട്ടിട്ട് ഓടിയാലോ? പ്ലാൻ നമ്പർ 1 തന്നെ. ഓക്കെ, ഓടിക്കോടാ. ഓക്കെ. എടാ വാടാ, വാ. നിനക്കോടാ. എന്റെ ഓട്ടോടെ കിടക്കണ തെളിവ് എന്റെ ഭാഗത്താ. എന്നെ പൊക്കും. പ്ലാൻ നമ്പർ 2, നമ്മൾ ഓട്ടേ കയറുന്നു, എവിടെ വിട്ടിട്ട് ഓടുന്നു. ഓട്ടയും കൊണ്ടാണെങ്കിൽ ഓക്കെ. ഞാൻ സ്പീഡിൽ പോവേ. കുഴപ്പമില്ല. ഇടിച്ചിരുന്നോളേ. ഓക്കെ. വാ പോകാം. താക്കോലില്ലാതെ തലേ ചവന്നോണ്ട് പോവോ? താക്കോൽ എന്തിയേ? ഇതാണോ താക്കോല്? എന്റെ കയ്യിലുണ്ട്. അങ്കക്കുച്ചാണ്ടി കുച്ചാണ്ടി ഇങ്കിരി കുച്ചാണ്ടി. ആ ചാവി മക്കളിങ്ങി താ. തരൂല. വേറെ തുമ്പിയെ മേടിച്ചു തരാ. പറ്റത്തില്ല. എന്നെ കല്യാണം കഴിക്കോ? കല്യാണം കഴിക്കാം. 10 കുട്ടികൾ വേണം. 12 ഫിക്സ്. ഉറപ്പാണോ? സത്യായിട്ടും? ഇതിനൊക്കെ ശരി തരാം. ഓടിക്കണോ? എടാ വാടാ. പെട്രോൾ ഇല്ലാത്ത വണ്ടിയും കൊണ്ട് എവിടെ പോകാനാണ്? ഇവൻ ആരടാ? ഇതിനെക്കാലം ഭ്രാന്തളായി നിൽക്കുകയാണല്ലോ. കൊച്ചു ക്യാൻസൽ. 10 കുട്ടികൾ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ കെട്ടാൻ ഒരു പയ്യൻ വന്നില്ലയോ? ആ പയ്യന്റെ പേര് പറ, അവിടെ കൊണ്ടാക്കാൻ നമ്മള്. പേരാണോ ചോദിച്ചത്? മോഹൻലാൽ. ആരുണ്ടാക്കിയെന്ന്? മമ്മൂട്ടി. സുരേഷ് ഗോപി. നീ കേട്ടില്ലടാ ഇതൊക്കെ? കേട്ട്. ഇനി എന്തെല്ലാം പേര് വരാനിരിക്കുന്നു ഞാൻ പറഞ്ഞു തരാൻ. ടിനി ടോം, സംക്രാന്തി, ബിജുക്കുട്ടായി, അങ്ങനെ എന്തെല്ലാം പേര് വരിവരിയാ വരും. ബന്ധുക്കളുടെ വീട്ടിൽ വെള്ളം കൊണ്ടാക്കിയാലേ. അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. മക്കളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇങ്ങോട്ട് കുച്ചാണ്ടി അത് പറഞ്ഞങ്ങ് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടാക്കാം. അതെ. എന്റെ ഒരു അമ്മാവന്റെ വീട് ഇവിടെ ഉണ്ട്. കൊണ്ടാക്കോ? അമ്മാവൻ ചോദിക്കാൻ പറയാം. അങ്കമാലിയിലെ അമ്മാവൻ ഇന്ത്യൻ പ്രധാനമന്ത്രി. കൊറേ നമ്മള് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയാനല്ലേ. ഒന്ന് പോ ഇവിടുന്ന്. എന്റെ അമ്മാവൻ ഡോക്ടറാ ചേട്ടാ. ചുമ്മാ എല്ലാം അങ്ങനെ പറയരുത് കേട്ടോ. മക്കള് പറ, ഞാൻ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഡോക്ടർ ഇപ്പൊ എവിടെയുണ്ട്? അയ്യോ പാവം വയ്യ, ഹോസ്പിറ്റലിലാ. എന്ത് പറ്റി? അതെ, ഒരു മരത്തിന്റെ മൂട്ടി പോയി ഇരുന്നപ്പോഴത്തേക്ക് ഒരു ആപ്പിള് വന്ന് തലയിൽ വീണങ്ങ് മുറിഞ്ഞു പോയി. അയ്യോ,
ഇനി വന്നടാ. ആ അമ്മാവനെ മനസ്സിലായ? ഐസക്കിന് കുട്ടനാടാ. ദൈവമേ. കൊച്ചേ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ആതിര എന്ന് പറയുന്ന ഒരു കൊച്ചിനെ സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ടാ സ്നേഹിക്കുന്നത്. ആ കൊച്ചിനെ ഞാൻ കേട്ടു. നീ വീട്ടിൽ പോടി കൊച്ചെ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഇത് എന്റെ രീതിക്ക് പറഞ്ഞാലേ ശരിയാവുള്ളൂ. ഒന്ന് വരട്ടാം, ഇത് മാറണവാടാ. ഓക്കെ ഇങ്ങോട്ട് മാറി കടി. ഈ ഏരിയ അല്പം മോശമാണ്. സീരിയസ് ആയിട്ട് പറയാം, ഞങ്ങളും കുത്തിക്കരുതരും. കഴുത്തിലും ഞെക്കിയുണ്ടല്ലോ. മക്കളെ തുമ്പി 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 ഇല്ല, എനിക്ക് ഇവനെ കൊല്ലണം. അയ്യോ, തുമ്പി 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 പാടം കണ്ടാ ഒരു തുമ്പി. പിടിച്ചിട്ട് വരാവേ. പിടിച്ചിട്ട് വരാം. ദേഹോദരം തുടങ്ങിയടാ. അയ്യോ, ദേഹോപദ്രവം തുടങ്ങിയല്ലേ. ഞാൻ ചോദിക്കട്ടെ, ആതിരേ? ആതിരല്ലടാ, പിന്നെ? രാഘവൻ. രാഘവൻ. രാഘവോ, നിന്റെ അടുത്ത് അവിടെ എവിടെയൊക്കെ ഇത്തിരി പെയിന്റ് അടിക്കാൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഇന്നസെന്റ് സൈഡ് വാരം ഒറ്റയ്ക്കാക്കിട്ട് പോവണ്ടെങ്കിൽ വാ. പക്ഷെ ഞാൻ പറയണേക്ക്, ഞാൻ ആതിര എന്ന് പറയുന്ന ഒരു കൊച്ചിനെയാണ് ഭയങ്കര ഇഷ്ടം. നീ അല്ല, നീ പറയുന്നേക്ക് ആതിര അങ്ങോട്ട്. ഞാൻ ആതിരല്ല ചേട്ടാ, ഞാൻ ഷാരിയ. എങ്കിൽ ശാരി നീ പറയണേക്ക്. ചേട്ടാ അതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്റെ പേര് ഷാരി എന്നാണ്. ശാരി എന്നോ? ചേട്ടാ ഈ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. എനിക്കൊരു അസുഖവും ഇല്ല. പിന്നെ ഇവിടെ കിടന്ന് നീ കാണിച്ചു കൂട്ടിയതാ? ചേട്ടാ ഇപ്പൊ പറഞ്ഞില്ലേ ആത്മാർത്ഥമായിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചു എന്ന്, അതുപോലെ ഞാനും ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചു. ഞാനിപ്പൊ ഗർഭിണിയാണ് ചേട്ടാ. ദൈവമേ, കോമഡി ട്രാജഡി ആയി മാറുന്നല്ലേ. ഇതൊന്നും അറിയാതെയാ എന്റെ വീട്ടുകാർ എന്നെ കല്യാണം ആലോചിച്ചത്. എങ്ങനെ അവിടെ നിന്ന് ചാടുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാ ഈ ചേട്ടൻ വന്നത്. ഞാൻ ഇറങ്ങി പോകുന്നു. ഞാൻ അതിന് മുമ്പ് കൊടുത്തല. പിന്നെ ഇങ്ങനെ ആരെങ്കിലും വിളിച്ച ഒന്നും ഇല്ലാത്ത ഇങ്ങനെ ഇറങ്ങി വരാൻ പാടുണ്ടോ? അമ്മ ഒപ്പിട്ട സാധനം എന്റെ കയ്യിലുണ്ട്. ആ ഗർഭിണിയല്ലേ ഉപ്പിട്ട മാങ്ങയോ അങ്ങനെ അച്ചാറോ വല്ലോ അങ്ങനെ എന്തോലാണോ? അതല്ലെന്ന്, അമ്മ ഒപ്പിട്ട ആധാരങ്ങൾ എന്റെ കയ്യിലുണ്ട്. സ്വർണ്ണക്കടയുണ്ട്, കുറേ സ്ഥലങ്ങളുള്ള ആധാരങ്ങൾ എന്റെ കയ്യിലുണ്ട്. പിന്നെ തുണിക്കടയുണ്ട്, 2 പെട്രോൾ പമ്പ് ഉണ്ട്. ഇത് എല്ലാം കൂടെ കൂട്ടി നോക്കുവാണെങ്കിൽ ഒരു 50 കോടി. ആകാശ, ഇങ്ങ വന്നേ. നമ്മൾ അല്പം സീരിയസ് കാണിക്കണം ഇതിനകത്ത്. എന്താ ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. നീ സ്നേഹിച്ച പെണ്ണെ കെട്ടുള്ളൂ നീ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ നാളെ കല്യാണോ? നീ അവളെ വിളിച്ചിറക്കി കൊണ്ടൊന്ന് കെട്ടണം. കെട്ടിയിട്ട് നീ വീട്ടിൽ വരണം. ഞാനും ഷാരിയും ടിന്റുമോനും നിങ്ങളെ കാണാൻ വേണ്ടിട്ട് അവിടെ കാത്തിരുന്നു. പിന്നെ ഇവളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ പേരിട്ടു ടിന്റുമോൻ. ഞാൻ കാരണമല്ലേ ഇറങ്ങി വന്നത്. അതുകൊണ്ട് ആതിരെ വേറെ ആരെങ്കിലും കെട്ടും. നമ്മള് കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ തിയേറ്ററിൽ നീ വന്നാ ഫ്രീ ആയിട്ട് നിനക്ക് സിനിമ കാണിച്ചു തരാം. നമ്മള് കെട്ടുമല്ലേടാ ഇവിടെ. എന്റെ ജുവലറി തൊട്ട് എനിക്ക് തുണിക്കണം വേണം. അയ്യോ ചേട്ടാ, വയറ് വേദനിക്കണ കേട്ടോ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ ഇപ്പൊ പ്രസവിക്കും. അയ്യോ എനിക്കറിഞ്ഞൂടാ. തുണിക്കട എനിക്ക് സ്വർണ്ണക്കട, എനിക്ക് റബ്ബർ എസ്റ്റേറ്റ്. എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ആതിരെ വിളിച്ച് പറയണല്ലോ നീ വേണ്ട ശാരി മതിയെന്ന്. അയ്യോ എനിക്കാണേ ടെൻഷൻ ഇതൊക്കെ ഓരോന്ന് ഓർത്തിട്ട്. അയ്യോ എനിക്ക് പെങ്കൊച്ചു മതി. എനിക്ക് ആങ്കൊച്ച്. എനിക്ക് പെങ്കൊച്ചു മതി. എന്റെ ആങ്കൊച്ചിനെ ഒന്ന് കാണിക്ക്. മക്കളെ, നിന്റെ അച്ഛനെ കാണണ്ടേടാ.